നമസ്കാരം. ഖത്തറിന് ഇസ്രയേലിനെതിരെ സൈനികമായ ഒരു നീക്കം നടത്താൻ ശേഷിയുണ്ടോ എന്ന ചോദ്യത്തേക്കാൾ പ്രധാനമാണ് ഖത്തറിൻ്റെ അത്തരമൊരു സൈനിക നീക്കം ആ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും നയതന്ത്രപരമായ നിലപാടുകൾക്കും എതിരാണ് എന്നത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഖത്തറിന് ഇസ്രയേലിനെ നേരിട്ട് സൈനികപരമായി ആക്രമിക്കാനുള്ള ശേഷിയില്ല. ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിൽ ഒന്നാണ്. ഇനിയിപ്പോൾ ഖത്തർ ഇസ്രയേലിനെ ആക്രമിച്ചാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിതെളിക്കും. ഇത് ഖത്തറിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും രാജ്യത്തിൻ്റെ സുരക്ഷയെയും സാരമായി ബാധിക്കും. ഖത്തർ ലോകത്ത് ഒരു പ്രധാന നയതന്ത്ര ശക്തിയാണ്. പല അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും പ്രത്യേകിച്ച് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഖത്തർ ഒരു മധ്യസ്ഥൻ്റെ പങ്ക് വഹിക്കുന്നു. സൈനിക നടപടി ഈ പദവിക്ക് ഭീഷണിയാകും. ഖത്തറിൻ്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും പ്രകൃതിവാതകത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഒരു യുദ്ധം ഈ വ്യാപാര ബന്ധങ്ങളെ തകർക്കുകയും രാജ്യത്തെ സാമ്പത്തികപരമായി ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഇസ്രയേലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ഖത്തറിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പിന്തുണ ലഭിക്കുകയുമില്ല. നേരെ മറിച്ച് ഇസ്രയേലിനെതിരെയുള്ള സൈനിക നടപടിക്ക് പകരം രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അറബ് ലോകത്തും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഖത്തറിന് വലിയ പിന്തുണയായിരിക്കും ലഭിക്കുക. ചുരുക്കത്തിൽ സൈനികപരമായ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് നയതന്ത്രപരവും രാഷ്ട്രീയവുമായ മാർഗങ്ങളിലൂടെ ഇസ്രയേലിനെ നേരിടാനാണ് ഖത്തർ ശ്രമിക്കുന്നത്. അത് ഖത്തറിൻ്റെ നിലനിൽപ്പിനും താൽപ്പര്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ വഴിയാണ്. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച ഖത്തറിന് നേരെ ഇസ്രയേൽ നടത്തിയ നേരിട്ടുള്ള ആക്രമണം പശ്ചിമേഷ്യയിൽ നിരവധി പ്രതിസന്ധികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഖത്തർ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ ഒരു പുതിയ സംഘർഷത്തിന് സാധ്യതയുണ്ടോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഹമാസ് നേതൃത്വത്തിന് ഖത്തറിൻ്റെ മണ്ണിൽ അഭയം നൽകിയതാണ് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ കാരണമെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ തലവൻ ഉൾപ്പെടെയുള്ളവർ ഖത്തറിൽ ചർച്ചകൾക്കായി എത്തിയിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചകൾക്കിടയിലായിരുന്നു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഖത്തറിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഗുരുതരമായ ലംഘനമാണിതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ആക്രമണമാണ്. ഒരു രാജ്യത്തിനെതിരായുള്ള ഭീകരപ്രവർത്തനമാണ് ഇതെന്ന് ഖത്തർ തുറന്നടിച്ചു. ഇസ്രയേലിൻ്റെ ഈ നടപടിയെ ശക്തമായ ഭാഷയിലാണ് അറബ് രാജ്യങ്ങൾ അപലപിച്ചത്. സൗദി അറേബ്യ, UAE, ഒമാൻ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇസ്രയേലിൻ്റെ നടപടി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഖത്തറിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഈ കടന്നുകയറ്റം അറബ് രാജ്യങ്ങൾക്ക് ഒറ്റക്കെട്ടായി നേരിടേണ്ട വിഷയമാണെന്ന് വിവിധ രാജ്യങ്ങൾ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യാൻ ഖത്തർ ഒരു അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ദോഹയിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തു. ഹമാസ് ഇസ്രയേൽ തടവുകാരുടെ കൈമാറ്റം, വെടിനിർത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഖത്തർ ഒരു പ്രധാന മധ്യസ്ഥനാണ്. ഇസ്രയേലിൻ്റെ ഈ ആക്രമണം ഈ ചർച്ചകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് പലരും വിലയിരുത്തുന്നു. എന്നാൽ ഈ ആക്രമണം ചർച്ചകളെ ബാധിക്കില്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്നും ഖത്തർ വ്യക്തമാക്കി. മാനുഷികപരമായ എല്ലാ സഹായങ്ങളും തുടരുമെന്നും ഖത്തർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള വിശ്വാസ്യത ഈ ആക്രമണത്തിലൂടെ നഷ്ടമായേക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഖത്തർ ഒരു സൈനിക നീക്കത്തിന് തയ്യാറാവില്ലെന്നാണ് വിലയിരുത്തൽ. പകരം ഇസ്രയേലിനെതിരെ നയതന്ത്രപരവും രാഷ്ട്രീയപരവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കാനാണ് ഖത്തർ ശ്രമിക്കുന്നത്. അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഇസ്രയേലിന്മേൽ സമ്മർദ്ദം ചെലുത്താനും അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രയേലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ഖത്തർ ലക്ഷ്യമിടുന്നു. ഈ പ്രതിസന്ധി ഗസയിലെ യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുമോ അതോ പുതിയ നയതന്ത്ര നീക്കങ്ങളിലേക്ക് വഴി തുറക്കുമോ എന്ന് കണ്ടറിയണം.